ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു 4 മണി പലഹാരമാണ്. അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. കാണാൻ കണ്ടില്ലേ എത്ര ഭംഗിയാണെന്ന്. അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചെടുത്തിട്ട് അത് നമുക്കൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ എടുക്കുന്ന റവയുടെ അതേ കപ്പിൽ തന്നെയാണ് 1 കപ്പ് പഞ്ചസാര പൊടിയാണ് നമ്മൾ ചേർക്കേണ്ടത്. പഞ്ചസാര ചേർത്താൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ അതുകൊണ്ടാണ് പഞ്ചസാര പൊടി ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കപ്പിലാണ് ഞാൻ റവ എടുക്കുന്നത്. അതേ കപ്പിൽ 1 കപ്പ് പഞ്ചസാര പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ക്രീമി ആകുന്ന രീതിക്ക്, അതായത് നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആകുന്ന സമയത്ത് നമുക്കതൊരു ക്രീമി ഉള്ള ഒരു പരുവത്തിൽ കിട്ടും. ആ ഒരു അളവ് വരയ്ക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കളറും ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല ക്രീം പോലെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് റവയാണ്, ഞാൻ വന്നിട്ട് 2.5 കപ്പ് റവയാണ് ചേർക്കുന്നത്. നമ്മൾ എന്തെന്നെ ഈ ഒരു സ്നാക്സിൽ നമ്മൾ അളവുകൾ പറഞ്ഞാലും ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഞാൻ കാണിക്കുന്ന ഫുള്ളായിട്ട് വീഡിയോ കാണാം, അപ്പോഴേ നിങ്ങൾക്ക് മെയിനായിട്ടെല്ലാം മനസ്സിലാക്കുന്നത്. ഞാൻ ആ സമയത്ത് ഓരോന്നായിട്ട് പറയും. നമുക്ക് എങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയാലും നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ വീണ്ടും കണ്ടില്ല, ഇപ്പോൾ ഒരു 1/2 കപ്പ്, പിന്നെ വീണ്ടും ഒരു 1/2 കപ്പ്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നന്നായിട്ട്, ഇപ്പോൾ നമുക്കൊരു ചെറിയ ലൂസ് ഉണ്ടല്ലോ, നമുക്ക് നല്ല തിക്കായിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 1/2 കപ്പും കൂടി ചേർക്കണം. മൊത്തത്തിൽ അങ്ങനെ 2.5 കപ്പ് റവയാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഈ ഒരു സ്നാക്സിൽ ഞാൻ പറയേണ്ട കാര്യം എന്താണെന്ന് പറയുന്ന സമയത്ത്, നമുക്ക് നല്ല മാവ് പോലെ കുഴച്ചെടുത്ത് നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടാക്കില്ല, അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് തിക്നെസ് വേണം. എന്നാലും നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒന്ന് ചെറുതായിട്ടൊരു സോഫ്റ്റ് ആകും. ഒരുപാട് സോഫ്റ്റ് ആയാലും ജസ്റ്റ് ചെറുതായിട്ടൊരു സോഫ്റ്റ് തന്നെ ആവുള്ളൂ. അതിന് ശേഷമാണ് ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, പിന്നെ ഈ ഒരു തിക്നെസ് പോരാ, നമുക്ക് ഇനി റവ ചേർക്കണം. നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. എന്താ പറഞ്ഞാൽ നമുക്ക് ഇത് വന്നിട്ട് ഇത് കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു തിക്നെസ് ഉണ്ട്. എന്നാലും നമുക്ക് ഇതുപോലൊരു തിക്നെസ് നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഉറപ്പായിട്ടും എണ്ണയിൽ നിന്ന് പിരിഞ്ഞ് വരും. അങ്ങനെ നിങ്ങൾക്ക് ഒരു പക്ഷേ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പിരിഞ്ഞ് വരികയാണ് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കുറച്ചൊന്ന് ഇട്ട് നോക്കുക. എണ്ണയിൽ പിരിഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീണ്ടും അതുപോലെ തന്നെ റെഡിയാക്കിയാൽ മതി. അല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് പിരിഞ്ഞ് അങ്ങനെ എണ്ണയിൽ നിന്ന് അങ്ങനെ പിരിവിരാന്നങ്ങനെ പിരിഞ്ഞ് വരും. നമ്മുടെ റവയൊക്കെ ഓരോന്നും തനിത്തനിയായിട്ട് പിരിഞ്ഞ് വരും കേട്ടോ. അത് നിങ്ങൾ വന്നിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ആ സമയത്ത് നമുക്ക് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പാൽപ്പൊടി ചേർക്കണം. ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേ കപ്പിൽ ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്തിട്ട് എനിക്കത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടല്ലോ, നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് സെറ്റ് ആവാത്ത പോലെ തോന്നും. പിന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കുന്ന സമയത്ത് സെറ്റായിട്ട് വരും. നല്ല തിക്കായിട്ട് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ല, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ സാധാരണ റവയുണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒരു തിക്നെസ്സിലാണ് നമുക്ക് റെഡിയാക്കുന്നത്. ഷേപ്പ് ഏത് ഷേപ്പിലാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മൾ ആദ്യം എണ്ണയിലിട്ട് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് എണ്ണയിൽ നിന്ന് പിരിഞ്ഞ് വരുന്നത് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കുറച്ചുകൂടി പാൽപ്പൊടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. എണ്ണയിൽ നിന്ന് അതുപോലെ നമ്മളിത് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സമയത്തിന് നമ്മളതിനെ അങ്ങനെ വിട്ട് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് മാറ്റാനോ പിടിക്കാനോ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. നല്ല സോഫ്റ്റാണ്. അടിഭാഗം ഒന്ന് സെറ്റ് ആവട്ടെ. ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ചേർത്തിട്ട് മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഞാൻ ചെയ്യുന്നത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് എണ്ണങ്ങൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട. അളവായിട്ട് ഒരു 3 4 ഇട്ട് കൊടുത്താൽ മതിയും. ഞാൻ ഒഴിച്ച എണ്ണയ്ക്ക് അളവായിട്ട് 3 ചേർത്താണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എണ്ണ ചേർക്കണം. അതായത് മുങ്ങിക്കിടക്കുന്ന അളവിലേക്ക് എണ്ണ ചേർത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ അളവായിട്ട് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചേർക്കുകയാണെങ്കിലും കുറച്ച് സാവധാനം നമ്മളത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതിപ്പോൾ ഞാൻ വീണ്ടും അടുത്ത വശം കൂടെ ഒന്ന് നോക്കുകയാണ്. ഈ സമയത്തൊക്കെ നല്ല സോഫ്റ്റാണ്. നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന വരയ്ക്കും ഒരു സോഫ്റ്റാണ്. ചൂടാറിയതിന് ശേഷം നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്, നല്ല ക്രിസ്പി ആവുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത്.
ആ ഒരു ചെറിയ ചെറിയ തരി പോലെയും ഉള്ളിൽ ചെറിയൊരു സോഫ്റ്റ് ഉള്ള പോലെയും ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു സ്നാക്സ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ടേസ്റ്റ്, അതുപോലെ നമ്മുടെ പാൽപ്പൊടിയുടെ ആ മിക്സ് ചേർത്തതും മധുരം എല്ലാം കറക്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ മധുരം ചേർക്കാം. ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഈസി ആയിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാൽപ്പൊടി പിന്നെ ഉറപ്പായിട്ടും ചേർക്കണം കേട്ടോ, അത് വിട്ടു കൊടുക്കണ്ട. അപ്പോൾ എന്തായാലും ഇതുപോലെയാണ് നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു 4 മണി സ്നാക്സ് അല്ലെങ്കിൽ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനോ എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അടിപൊളി ടേസ്റ്റാണ്. ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്കൊരു അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ചൂടാറിയ സമയത്താണ് ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ വൈകുന്നേര സമയങ്ങളിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി വെക്കണമെന്നും അവരും ആഗ്രഹിക്കും, നമ്മളും ആഗ്രഹിക്കും. അപ്പോൾ പിന്നെ ഈ ഒരു സ്നാക്സ് എന്തായാലും നമുക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആണല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ചൂടാറിയ സമയത്ത് ആ ചെറിയൊരു ക്രിസ്പിനെസ് നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പം നമ്മളതൊന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ശരിക്കും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ സ്കൂളിൽ വിട്ടിരുന്ന കുട്ടികൾക്ക് ഒരു അടിപൊളി സ്നാക്സ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.